ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമുക്ക് രണ്ട് ഹദീസുകൾ സലാത്തുൽ കുസൂഫിലുള്ള അല്ലേ, ആ അധ്യായത്തിലാണ്. പിന്നെ ബാക്കി രണ്ട് ഹദീസുകൾ അത് സലാത്തുൽ ഇസ്തിസ്ഖ. ഈ സലാത്തുൽ കുസൂഫിലെ രണ്ട് ഹദീസുകൾ ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഇബ്നു അബ്ബാസിൽ നിന്നല്ലേ, വാനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഖാൽ മാ ഹബ്ബത്തി റീഹു ഖത്ത് إلا جثى النبي صلى الله عليه وسلم على ركبتيه وقال اللهم اجعلها رحمة ولا تجعلها عذابا. رواه الشافعي والطبراني. رواه الشافعي والطبراني. എന്താ മാ ഹബ്ബത്തി റീഹു ഖത്ത്, എന്താ മാ ഹബ്ബത്തി റീഹു ഖത്ത്, ഒരിക്കലും കാറ്റടിച്ചിട്ടില്ല, കാറ്റ് തീരെ അടിച്ചിട്ടില്ല. ഇല്ല ജസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ റുക്ബതൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഇരുമുട്ടുകളിൽ കുത്തിയിരിക്കാതെ, മുട്ടുകുത്തിയിട്ട് ഇരിക്കാതെ, മുട്ടുകുത്തിയിരിക്കാതെ, ഇരുമുട്ടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുക, മുട്ടുകുത്തിയിരിക്കുക. വഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അല്ലാഹുമ്മ ജഅൽഹാ റഹ്മ വലാ തജഅൽഹാ അദാബ. അല്ലാഹുവേ ഇജ്അൽഹാ റഹ്മ, ഈ കാറ്റിനെ നീ റഹ്മത്താക്കണമേ, വലാ തജഅൽഹാ അദാബ, ആ കാറ്റിനെ നീ ഒരു ശിക്ഷയാക്കരുത്. അപ്പോൾ കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുമായിരുന്നാണ്, മുട്ടുകുത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും, അല്ലാഹുമ്മ ജഅൽഹാ റഹ്മത്തൻ വലാ തജഅൽഹാ അദാബ. എന്തിനാ മുട്ടുകുത്തി ദുആ ചെയ്യണേ? എന്തിനാ മുട്ടുകുത്തി നിൽക്കണേ എന്തിനാ? അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയം, ദാസൻ്റെ വിനയം അറിയിക്കാനാണ്. മനസ്സിലായില്ലേ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് റസൂലിനോട് ചോദിച്ചു, റസൂൽ ആരെൻ്റെ വാപ്പാന്ന്? അപ്പം എൻ്റെ വാപ്പ എൻ്റെ ആളാണെന്നാണ്. അപ്പോൾ വേറൊരാൾ വന്നിട്ട് റസൂൽ എൻ്റെ വാപ്പ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എൻ്റെ വാപ്പ എൻ്റെ ആളാണെന്ന്. അപ്പോൾ വേറൊരുത്ത് വന്നിട്ടാണ് എൻ്റെ വാപ്പ ആരാണെന്ന്. അപ്പോൾ നിൻ്റെ വാപ്പ എൻ്റെ ആളാണ് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പാൻ്റെ പേര് പറഞ്ഞു. പക്ഷേ അപ്പം നോക്കുമ്പോൾ അറിയപ്പെട്ട പിതാവല്ല, റസൂലുള്ള വഹയിലൂടെയുള്ള സംസാരിക്കണത്. അപ്പോഴത്തേക്ക് റസൂലുള്ളാഹിൻ്റെ മുഖം ചുവന്ന് തുടുത്തു, ദേഷ്യം വന്നു. കാരണം ഇത് എന്തിനാണ് ചോദിക്കണത്, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഉമറിന് മനസ്സിലായി. ഉമർ റളിയല്ലാഹു തആല അൻഹു ഉടനെ റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ ഓടി വന്നിട്ട് മുട്ടുത്തിരുന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹുവേ ഞങ്ങളിതാ പൊറുക്കലിനെ തേടുന്നു, നിന്നോട് പാപമോചനത്തിന് തേടുന്നു, പിന്നെ നിൻ്റെ ദേഷ്യം ഞങ്ങളിൽ വന്നിറങ്ങുന്നതിനെ തൊട്ട് എന്ന് പറഞ്ഞു. അതെന്തിനാ? റസൂലുള്ളാഹിനെ ദേഷ്യപ്പെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹിൻ്റെ ദേഷ്യം വരാൻ കാരണമാകും. അപ്പോൾ അവിടെ ഉമർ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? ഉമർ മുട്ടുത്തിയിരുന്നിട്ട് പ്രാർത്ഥിച്ചു എന്നാണ്. അതേപോലെ ഇവിടെ മാ ഹബ്ബത്തി റീഹു ഖത്ത് ഇല്ലാ ജഅ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ റുക്ബതൈഹി വഖാൽ. കാറ്റടിച്ച് വീശുമ്പോഴെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഇരുമുട്ടുകളിൽ കുത്തിയിരുന്ന് അല്ലാഹുമ്മ ജഅൽഹാ റഹ്മ വലാ തജഅൽഹാ അദാബ എന്ന് ദുആ ചെയ്യുമായിരുന്നു. ഈ ഹദീസ് ഇമാം ഷാഫിഈ കിതാബുൽ ഉമ്മിലും തബറാനി മുഅ്ജമിലും റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഹദീസ് ദുർബലാണ്, ഹദീസ് ദഈഫാണ്. ഈ ഹദീസ് ദഈഫാണ്. ഖൈസ് ഇബ്നുൽ ഹുസൈൻ അൽ വാസിത്തി എന്ന് പറയുന്ന റാവി മത്രൂക്കാണ്. അതുകൊണ്ട് ഹദീസ് തീർത്തും ദുർബലാണ്, പ്രമാണയോഗ്യമല്ല ഈ ഹദീസ്. അതായത് ഇപ്പം ഈ അധ്യായത്തിൽ അത് പറയാൻ കാരണം, ഗ്രഹണം ഉണ്ടായാൽ നിസ്കരിക്കുന്നുണ്ട്, നിസ്കാരം അത് ദുആ കൂടിയാണ്, മനസ്സിലായി? രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ദുആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, സൂര്യന് ഗ്രഹണം വഹിച്ചാൽ ചന്ദ്രന് ഗ്രഹണം വഹിച്ചിട്ടുണ്ടെങ്കിൽ അത് സൂര്യനും ചന്ദ്രനും അള്ളാഹിൻ്റെ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആളുകളെ പേടിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ നിസ്കരിച്ചോളി എന്ന് പറഞ്ഞു, അള്ളാഹിനോട് ദുആ ചെയ്തോളി എന്ന് പറഞ്ഞു, മനസ്സിലായി? അപ്പോൾ ഗ്രഹണം എന്താണ്? അള്ളാഹിൻ്റെ ദൃഷ്ടാന്തമാണ്, അതിലൂടെ അള്ളാഹു ജനങ്ങളെ പേടിപ്പിക്കുകയാണ്. അതേപോലെ തന്നെയാണ് കാറ്റ്, അള്ളാഹിൻ്റെ ദൃഷ്ടാന്തമാണ്, അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യണം? ജനങ്ങളെ പേടിപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ചെയ്യേണ്ടത് നിസ്കാരമാണ് എന്ന് പഠിപ്പിക്കാനാണ്, അല്ല പിന്നെ ദുആ ചെയ്യലാണ്, മുട്ടുകുത്തി അള്ളാഹിനോട് ദുആ ചെയ്യലാണ് എന്ന് പഠിപ്പിക്കാനാണ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് കൊണ്ടുവന്നത്. പക്ഷേ ഹദീസ് എന്തെല്ലാം വിഷയത്തിൽ തെളിവ്? റസൂലുള്ള എല്ലാ കാറ്റടിച്ച് വീശുമ്പോൾ ഇങ്ങനെ ദുആ ചെയ്തിരുന്നു എന്നാണ്, മനസ്സിലായില്ലേ? അത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? കുറേ റിപ്പോർട്ടുകളിലൂടെ വരേണ്ടിയിരുന്നു, അതുണ്ടായിട്ടില്ല. മാത്രമല്ല ഈ ഹദീസിൻ്റെ റാവിമാരിൽ ഒരാൾ തീർത്തും ദുർബലനാണ്, ഹദീസ് പ്രമാണയോഗ്യമല്ല. ഇതിൽ രണ്ടാമത്തെ ഹദീസ് അത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഹദീസല്ല. വാൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഖാൽ അന്നഹു സല്ല അലൈഹി വസല്ലം
അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ല ഫി സൽസലത്തിൻ 6 റകഅത്ത് و4 سجدات وقال هكذا صلاة الآيات وقال هكذا صلاة الآيات. ഈ ഹദീസ് റവാഹുൽ ബൈഹഖി അല്ലേ? അലിയായിരുന്നു റിപ്പോർട്ടിൽ റവാഹുൽ ബൈഹഖി وذكر الشافعي عن علي بن أبي طالب رضي الله عنه مثله دون آخره. طيب അനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ, ഇതും ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഹദീസാണ്. എന്താ പറയുന്നത്? അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അന്നഹു? തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ല നമസ്കരിച്ചു ഫി സൽസലത്തിൻ. സൽസലത്ത് എന്ന ഭൂകമ്പം, ഒരു ഭൂകമ്പത്തിൽ 6 റകഅത്ത് و4 സജ്ദാത്ത്. എന്താ 6 റകഅത്ത് و4 സജ്ദാത്ത് എന്ന് പറഞ്ഞാൽ 6 റുക്കൂകളും 4 സുജൂദുകളും. അപ്പോൾ എത്ര റകഅത്ത് നിസ്കരിച്ച്? 2 റകഅത്ത്. ഓരോ റകഅത്തിലും 3 റുക്കൂ വീതം. ഓരോ റകഅത്തുകളിലും 3 റുക്കൂകൾ വീതം, 2 സുജൂദുകൾ വീതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 റകഅത്ത് 2 റകഅത്ത് നിസ്കരിച്ചു. എപ്പോൾ? ഭൂകമ്പം ഉണ്ടായപ്പോൾ. വഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാകദ സലാത്തുൽ ആയാത്ത്. ഹാകദ ഇപ്രകാരമാണ് സ്വലാത്തുൽ ആയാത്ത്. എന്താ സലാത്തുൽ ആയാത്ത്? പിന്നെ ഭൂകമ്പം, അതേപോലെ തന്നെ പ്രളയം, ഭൂകമ്പം, പ്രളയം, മണ്ണിടിച്ചിൽ, പിന്നെ ശൈത്യക്കാറ്റ്, മനസ്സിലായി? അതേപോലെ ഉഷ്ണക്കാറ്റ്, പൊടിക്കാറ്റ്, ഇങ്ങനെയുള്ള ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ വരുമ്പോൾ നിസ്കാരം ഇപ്രകാരമാണ് എന്ന് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു സലാത്തുൽ കുസൂഫിൽ ഹനഫികൾ പറഞ്ഞത് 2 റകഅത്താണ്. എത്ര റുക്കൂകൾ? 6 റുക്കൂകൾ ഹനഫികൾ. ശരി, അവർ അതിന് കൂട്ടുപിടിച്ച തെളിവ് ഇതാണ്. പക്ഷേ സലാത്തുൽ കുസൂഫിൽ എന്തെന്നെ വന്നിട്ടുണ്ട്? ഏറ്റവും പ്രബലപ്പെട്ട റിപ്പോർട്ട് വന്നിട്ടുണ്ട് 4 റുക്കൂ ഓരോ, 4 റുക്കൂ 2 റകഅത്തുകളിലായിട്ട് 4 സുജൂദും. അപ്പോൾ അതുകൊണ്ട് ആ റിവായത്തിനാണ് മുഖവില എടുക്കേണ്ടത് പറഞ്ഞിരുന്നു. ഏതായാലും ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭൂകമ്പത്തിൽ 2 റകഅത്ത് നിസ്കരിച്ചു. അതിൽ 6 റുക്കൂകളും 4 സുജൂദുകളും നിർവഹിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞ ഹാകദ സലാത്തുൽ ആയാത്ത്, ഇപ്രകാരമാണ് സലാത്തുൽ ആയാത്ത്. ഈ ഹദീസ് റവാഹുൽ ബൈഹഖി, ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്തതാണ്. മനസ്സിലല്ലേ? ദക്കറ ഷാഫിഈ അൻ അലിയിൻ മിസ്ലഹു. അലി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇതുപോലത്തെ ഹദീസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇമാം ഷാഫി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലെന്തില്ല? അലിയാരുടെ റിപ്പോർട്ടിൽ ദൂന ആഖിരിഹി എന്നാണ്. അവസാന ഭാഗമല്ല. അവസാന ഭാഗം ഇതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല ഹാകദ സലാത്തുൽ ആയാത്ത്, ഇപ്രകാരമാണ് ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള നമസ്കാരം എന്ന് പറഞ്ഞു എന്നുണ്ടല്ലോ. അതെവിടെയല്ല? അലിയാരുടെ ഇമാം ഷാഫിയുടെ റിപ്പോർട്ടിലില്ല. എന്നാൽ ഇത് ഇമാം ഷാഫി അലിയാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ ആയാത്തുകൾ ഉണ്ടാകുമ്പോൾ 2 റകഅത്ത് നിസ്കരിക്കുക ഇவ்விதം എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് പണ്ഡിതന്മാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം കൂടിയാണ്. ഈ ഹദീസ് ബലപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊരു സംസാരമുണ്ട്. ഹദീസ് ദുർബലമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രഹണം ഉണ്ടാകുമ്പോൾ മാത്രമേ റസൂൽ എന്ത് ചെയ്തിട്ടുള്ളൂ? ഗ്രഹണമാകുന്ന ആയത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമേ റസൂൽ നിസ്കരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. പക്ഷേ ഈ ഹദീസിനെ ബലപ്പെടുത്തുന്ന പണ്ഡിതന്മാർ പറഞ്ഞത് ഗ്രഹണമല്ല, ഇതര ദൃഷ്ടാന്തങ്ങൾ, ഇതുപോലെ പൊടിക്കാറ്റായാലും ചൂടുകാറ്റായാലും ശൈത്യക്കാറ്റായാലും പ്രളയമായാലും ഒക്കെ, സുനാമി പോലുള്ള അങ്ങനത്തെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ നഅൂദുബില്ല, അങ്ങനത്തെ ഒക്കെ പ്രയാസങ്ങൾ വരുമ്പോൾ ആ 2 റകഅത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. അതാണ് ശരിയോടെ അടുത്ത അഭിപ്രായവും. മനസ്സിലായോ? ഈ ഹദീസ് ബലപ്പെട്ടതാണ്. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും പ്രയാസകരമായ കാര്യങ്ങൾ 2 റകഅത്ത് നിസ്കരിക്കുമായിരുന്നു എന്നുള്ളത് വന്നിട്ടില്ലേ? ആ ജമാഅത്തായിട്ടുള്ളത് അതാണ്. ഇതിനെ എന്താ പറയുക, സലാത്തുൽ കുസൂഫിൻ്റെ ആ രീതിയിലല്ല, മനസ്സിലായി? ആ രീതിയിൽ നിസ്കരിച്ചതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ടില്ല. അത് സഹാബികളിൽ നിന്നുള്ള ചില അസറുകളാണ് വന്നിട്ടുള്ളത്. ആ അസറുകൾ തന്നെയും നിരൂപണ വിധേയാണ്. ഒരാൾ ഇങ്ങനെ ഈ രീതിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ അതൊരു വിദഅത്താണെന്ന് പറയാൻ പറ്റില്ല. 3 റകഅത്തല്ലല്ലോ പറഞ്ഞ. എഴുന്നേൽക്കുക, മറ്റേ ഇതിൽ നിസ്കരിക്കുന്ന പോലെ, ഗ്രഹണത്തിൽ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുക. ഇല്ലല്ല, അത്
അത് ഓരോരുത്തരുടെ ഇതുപോലെ ഐച്ഛിക നിസ്കാരമാണ്. ഓരോരുത്തർക്കും എന്ത് ചെയ്യുക, പിന്നെ അതിനനുസരിച്ച് ദീർഘം കൂട്ടിയിട്ടോ ഷോർട്ടാക്കിയിട്ടോ നിസ്കരിക്കാം. ഇതിൻ്റെ കൈഫിയത്ത് അങ്ങനെ പറയപ്പെട്ടിട്ടില്ല. ഗ്രഹണ നിസ്കാരത്തിൻ്റേത് പറയപ്പെട്ടതുപോലെ ഇതിൻ്റെ രീതി പറയപ്പെട്ടിട്ടില്ല. 2 റക്അത്ത് നിസ്കരിച്ചു, അതിൽ 3 വീതം റുക്കൂഴുകളും 2 വീതം സുജൂദുകളും. ഈ ബൈഹഖിയുടെ നിവേദനം അത് ഹസൻ എന്നാണ് പണ്ഡിതന്മാർ അതിന് നൽകിയ ഇത് വിശേഷണം. ഇതാണ് ഇപ്പോൾ സലാത്തുൽ കുസൂഫിൻ്റെ അധ്യായത്തിൽ വന്ന ഏതാൻ ഹദീസുകൾ കേട്ടോ. കഴിഞ്ഞു. ഇനി നമുക്കെന്താ സലാത്തുൽ ഇസ്തിസ്ഖ. എന്താ സലാത്തുൽ ഇസ്തിസ്ഖ? ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയാണ്, ബാബു സലാത്തുൽ ഇസ്തിസ്ഖ, മഴക്ക് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള, സുഖിയ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിസ്കാരം. സുഖിയ എന്ന് പറഞ്ഞാൽ മഴ. എപ്പോഴാണ് മഴക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരം? മഴ തടയപ്പെടുമ്പോഴാണ്. മനസ്സിലായേ? മഴ തടയപ്പെടാനൊരു പ്രധാന കാരണം പറയപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ എന്താ? ജനങ്ങൾ സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിലാണ് മഴ തടയപ്പെടുക. വലം യുഅദ്ദു സക്കാത്ത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖത്ർ. സക്കാത്ത് കൊടുക്കാത്ത അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ മഴ തടയപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അളവിലും തൂക്കത്തിലും വരുമ്പോൾ മറ്റ് ഇതാണ്. അളവിലും തൂക്കത്തിലും കമ്മി വരുത്തിയിട്ടുണ്ട് എങ്കിൽ പിന്നെ ഇല്ല ഊഹിദു ബിസ്സിനീൻ, കാലക്കെടുതികൾ, ഇതര കാലക്കെടുതികൾ കൊണ്ട് പിടികൂടപ്പെടുന്നതാണ്. അതിൽ ഒന്നാമത്തെ ഹദീസ് നോക്കി. ഒന്നാമത്തെ ഹദീസ് മസലകൾ നമുക്കതിൽ കുറേ വരും. ഒന്നാമത്തെ ഇബ്നു അബ്ബാസിൻ്റെ ഹദീസാണ്. വാനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഖാൽ ഖറജ النبي صلى الله عليه وسلم متواضعا متبذلا متخشعا مترسلا متضرعا فصلى ركعتين كما يصلي في العيد ولم يخطب خطبتكم هذه ولم يخطب خطبتكم هذه رواه الخمسة وصححه الترمذي وأبو عوانة وابن حبان. എന്തെങ്കിലും പറഞ്ഞേ? كما يصلي في العيد വലമില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖറജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു. എന്തിന്? മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരത്തിനും ദുആക്കും വേണ്ടി പുറപ്പെട്ട് പറയാണ്. എങ്ങനെ? മുതവാദിഅൻ. മുതവാദി എന്ന് പറഞ്ഞാൽ എന്താ? വിനയത്തിൽ. മുതബദ്ദിലൻ, ഇത് മുതവാദി എന്ന് പറഞ്ഞാൽ തക്കബ്ബുർ ഇല്ലാതെ എന്നുള്ളതാണ്. വിനയാനിതനായി. മുതബദ്ദിലൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഡ്രസ് കോഡ്, അതെന്താണ്? അത് വിരക്തമായ ഡ്രസ് കോഡിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പെരുന്നാൾ ദിവസവും അതേപോലെ വഫ്ദുകളെ സ്വീകരിക്കാനൊക്കെ പ്രത്യേകം എന്തുണ്ടായിരുന്നു? വസ്ത്രം ഉണ്ടായിരുന്നു, പ്രത്യേക ഒരു വസ്ത്രം ഉണ്ടായിരുന്നു. ആ രീതിയിൽ എന്തായാലും റസൂലുള്ളാഹി മാറ്റി ഒരുങ്ങിയിട്ടല്ല ഇതിന് പോയത്. വലൈക്കും സലാം. ഉപരിപ്ലവമായിട്ട് റസൂലുള്ളാഹി വളരെയധികം വിരക്തമായ നിലയിലായിരുന്നു. അതാണ് മുതബദ്ദിലൻ. മുതഖശ്ശിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൾപ്പേടി, വിനയാനിതനായി, വിരക്തനായി, ഭയവിഹ്വലനായി. മുതറസ്സിലൻ എന്നാണ് നടത്തത്തിലുള്ള വിനയത്താണ്. സ്പീഡില്ലാതെ അടുത്ത ചുവടുവെപ്പുകളിലുള്ള വിനയപ്പെട്ട നടത്തത്തിലുള്ള വിനയമാണ് മുതറസ്സിലൻ. അത് പ്രയോജനം. അങ്ങനെ നടന്നു. മുതദർരിയാൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന മനസ്സോടുകൂടി. മുതദർരിയാൻ പ്രാർത്ഥന മനസ്സോടുകൂടി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിനയാന്വിതനായി, വിരക്തനായി, ഭയവിഹ്വലനായി, പിന്നെ നടത്തത്തിൽ മനസ്സിലായി എളിമത്വം ഉള്ളവനായി, അതേപോലെ തന്നെ പ്രാർത്ഥനാമയമായ മനസ്സോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു. ഫസല്ല റകഅത്തൈൻ, റസൂലുള്ളാഹി 2 റക്അത്ത് നമസ്കരിച്ചു. കമാ യുസല്ലി ഫിൽ ഈദ്, ഈദിൽ നമസ്കരിക്കുന്നത് പോലെ. ലം യഖ്തുബ് ഖുത്ബതകും ഹാദിഹി, ലം യഖ്തുബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബ നിർവഹിച്ചിട്ടില്ല. ഖുത്ബതകും ഹാദിഹി, നിങ്ങളുടെ ഈ ഖുത്ബ പറഞ്ഞാൽ പെരുന്നാളിൻ്റെ ഖുത്ബ എന്നുള്ള ഉദ്ദേശം. പെരുന്നാളിൻ്റെ ഈ നിലക്കുള്ള ഖുത്ബ നിർവഹിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ഖുത്ബ നിർവഹിച്ചിട്ടില്ല എന്നല്ല. പിന്നെയോ
ഈ ഖുത്ബ നിർവഹിച്ചിട്ടില്ല എന്നാണ്. പെരുന്നാൾക്ക് 2 ഖുത്ബ ഉണ്ടാവും, മനസ്സിലല്ലേ? അതേപോലെ പെരുന്നാൾക്ക് വലിയ പെരുന്നാളല്ലേ, അപ്പോൾ പെരുന്നാളിൻ്റെ ആ ഒരു സന്തോഷവും ആ ഒരു പിന്നെ ഇതൊക്കെയാണ് തക്ബീറും അങ്ങനെയാണ്. അങ്ങനെയല്ല ഖുത്ബ. പിന്നെ ഖുത്ബ അതിലും എന്താണ്, വളരെ പിന്നെ ആവശ്യക്കാരനായി വിനയാനിതനായി ഭവ്യതയോട് കൂടിയുള്ള ഖുത്ബ, അതാണ് ഉദ്ദേശിക്കുന്നത്. തയ്യബ് ഹദീസ് അഖ്റജഹുൽ ഖംസ, അഖ്റജുൽ ഖംസ അബൂ ദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, അഹ്മദ്. ഈ ഹദീസിനെ ഇമാം തുർമുദിയും അബു അവാനയും അതേപോലെ ഇബ്നു ഹിബ്ബാനും സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഹദീസ് സഹീഹാണ്. അപ്പോൾ ഇവിടെ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള ദുആയിൽ നിസ്കാരത്തിൽ പുറപ്പെടുമ്പോൾ ആളുകളുടെ അവസ്ഥ പറയാണ്. ആളുകൾ അഹമഹമികയ എന്ന് പറയില്ലേ, തീർത്തും എന്തായിരിക്കണം, ഭവ്യതയിലായിരിക്കണം, ഭയപ്പാടിലായിരിക്കണം, വിനയാനിതമായിരിക്കണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രം, അതേപോലെ ഉപരിപ്ലവ ഭാവം, അതിൽ റസൂലുള്ള നമ്രശിരസ്കനാണ്. അതേപോലെ തന്നെ ഇമകൾ താഴ്ത്തി സംസാരം പതുക്കിയാക്കി ഉണ്ടല്ലോ, അങ്ങനെയാണ് പുറപ്പെടുന്നത്. അതൊക്കെയാണ് ഈ പ്രയോഗങ്ങൾ അറിയിക്കുന്നത്. ഈ മുത്തഹഷി എന്നൊക്കെയുള്ള പ്രയോഗം നമ്രശിരസ്കനായിട്ട് ഇമകൾ താഴ്ത്തി, അതേപോലെ സംസാരത്തിലുള്ള ഭവ്യത, വിനയത്വം, അതൊക്കെയാണ് ഈ മുത്തഹഷ്യം പ്രയോഗം അറിയിക്കുന്നത്. മുത്തബദ്ദിൽ എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിൻ്റെ അവസ്ഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാൾ സുദിനത്തിലും പിന്നെ ജുമുഅ ഖുത്ബക്കൊക്കെ പ്രത്യേക ഒരു വസ്ത്രമായിരുന്നു. ആ വസ്ത്രം അല്പം ഒരു പെരുന്നാളിൻ്റെ വസ്ത്രം എന്ന നിലയ്ക്ക് തന്നെ മികവുറ്റ വസ്ത്രമായിരുന്നു. പക്ഷേ ആ വസ്ത്രത്തിലല്ല എന്തിനു പോയത്, മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് പോയത്, മനസ്സിലായി? അതേപോലെ തന്നെ മുതവാദി എന്നുണ്ടെങ്കിൽ എന്താണ്, തീർത്തും വിനയാനീതനായിട്ടുള്ള അഹങ്കാരത്തിൻ്റെ ഒരു നിഴൽപ്പാടില്ലാത്ത പോക്കിനാണ് തവാദു എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ മുത്തവാദിയായിരുന്നു ബിലാശക്ക് എല്ലാ അവസ്ഥയിലും. പക്ഷേ നമ്മൾ മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നബിയെ പോലെയല്ല, മനസ്സിലല്ലേ? അപ്പോൾ നമ്മൾക്ക് എന്തുണ്ടായിരിക്കണം, തവാദുഅ ഉണ്ടാകാവൂ എന്നുള്ള അതറിയിക്കാനാണ്. പിന്നെ മുത്തറസ്സിലൻ, അത് നടത്തത്തിൽ. മറ്റേ മുത്തദർരി എന്നുള്ളത് പ്രത്യേകിച്ച് കൽബിൻ്റെ അവസ്ഥയാണ്. മറ്റേതൊക്കെ കുറച്ചൊക്കെ ഉപരിപ്ലവ ഭാവത്തെ അറിയിക്കുന്നുണ്ട്. മുത്തദർരിയാണ് എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ പ്രാർത്ഥനാ മനസ്സോട് കൂടിയിട്ടായിരുന്നു പുറപ്പെട്ടത്. ഫസല്ല റകഅത്തൈനി കമാ യുസല്ലി ഫിൽ ഈദ്, ഈദിൽ നമസ്കരിക്കുന്ന പോലെ നിസ്കരിച്ചു. അപ്പോൾ എത്ര റകഅത്ത്? 2 റകഅത്ത് നിസ്കരിച്ചു. തക്ബീറുകൾ ഒന്നാമത്തെ റകഅത്തിൽ 7 തക്ബീറത്തുൽ ഇഹ്റാം ഉൾപ്പെടെ, രണ്ടാമത്തെ റകഅത്തിൽ 5 തക്ബീറുൽ ഇൻതിഖാൽ കൂടാതെ, അതുണ്ടെങ്കിൽ 6, മനസ്സിലായില്ലേ? സുജൂദിൽ നിന്ന് നിൽക്കുമ്പോഴുള്ള തക്ബീർ കൂടാതെ 5 തക്ബീർ, അങ്ങനെ നിസ്കരിച്ചു എന്നുള്ളതാണ്. ലം യഖ്തുബ്, ഖുത്ബ പറഞ്ഞിട്ടില്ല. ഖുത്ബത്തക്കും ഹാദി, നിങ്ങളുടെ ഈ പെരുന്നാൾ ഖുത്ബ എന്ന് പറഞ്ഞാൽ ഈ പെരുന്നാൾ ഖുത്ബയിൽ എന്തുണ്ടാവും? നമ്മൾ പറഞ്ഞില്ലേ, പെരുന്നാൾ സുദിനത്തിൻ്റെ ആ സന്തോഷത്തിലായിരിക്കും ആ ഖുത്ബയുടെ പിന്നെ അവതരണം. അതുപോലെ ആയിരുന്നില്ല ഖുത്ബ എന്നുള്ളതാണ്. പിന്നെ പെരുന്നാൾക്ക് 2 ഖുത്ബ ഉണ്ടായിരുന്നു, ഒരു ഖുത്ബ എന്ന അർത്ഥത്തിൽ. ചിലർ പറഞ്ഞു, ഇമാം ഷാഫിയും ഇമാം മാലിക്കും 2 ഖുത്ബ, സലാത്ത് ഇസ്തിസ്കാനും 2 ഖുത്ബ എന്ന അഭിപ്രായക്കാരാണ്. ഇമാം അഹ്മദാണ് 1 ഖുത്ബ എന്ന് പറഞ്ഞത്. അതിന് തെളിവ് പിടിച്ച ഈ ഹദീസിൻ്റെ ഭാഗമാണ്. ഹനഫികൾക്ക് നിസ്കാരം തന്നെയല്ല, പെരുന്നാൾ പ്രാർത്ഥനയുള്ളൂ. ഹനഫികൾക്ക് സലാത്തുൽ ഇസ്തിസ്കാ, അതിൻ്റെ ഹുക്കം എന്താ? സലാത്തുൽ ഇസ്തിസ്കാ സുന്നത്താണ്, ആവശ്യ സമയത്ത് സുന്നത്താണ്. പക്ഷേ ഹനഫികൾക്ക് സലാത്തുൽ ഇസ്തിസ്കാ സുന്നത്തില്ല, അവർക്ക് ദുആയേ ഉള്ളൂ, ദുആ മാത്രം. ഇവിടെ അല്ലേ റസൂൽ ഫസല്ല റകഅത്തൈൻ. അപ്പോൾ പിന്നെ ഇനി വീക്ഷണങ്ങൾക്ക് പ്രസക്തിയില്ല, തെളിവിൽ വന്നാൽ പിന്നെ അത് സ്വീകരിക്കുകയാണ് വേണ്ടത്. ഇനി അടുത്ത ഹദീസ്. അപ്പോൾ കുറച്ചുകൂടി മസലകൾ നമുക്ക് വരും. അടുത്ത ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസ് അല്ലേ. വഅൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത് ശക الناس إلى رسول الله صلى الله عليه وسلم قحوط المطر فأمر بمنبر فوضع له في المصلى ووعد الناس يوما يخرجون فيه فخرج حين بدا حاجب الشمس فقعد على المنبر فكبر وحمد الله ثم قال إنكم شكوتم جذب دياركم. ഞാൻ വായിക്കണേൽ തെറ്റുണ്ടെങ്കിൽ പറയുന്നേ വേണ്ട. وقد أمركم الله أن تدعوه ووعدكم أن يستجيب لكم ثم قال الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين لا إله إلا الله يفعل ما يريد اللهم أنت الله لا إله إلا أنت الغني ونحن الفقراء
അൻസിൽ അലൈനൽ ഗൈസ് വജ്അൽ മാ അൻസൽത അലൈന ഖുവ്വതൻ. അലൈന വേണം. അൻസിൽ അലൈന ഖുവ്വതൻ വബലാഗൻ ഇലാ ഹീൻ. ഖുവ്വതൻ വബലാഗൻ ഇലാ ഹീൻ. ثم رفع يديه فلم يزل حتى رؤي بياض إبطيه ثم حول إلى ثم تحول لا ثم حول إلى الناس. يستغفر الله. كيف حتى رؤي بياض إبطيه ثم حول إلى الناس ظهره وقلب رداءه وهو رافع يديه ثم أقبل على الناس ونزل فصلى ركعتين فأنشأ الله سحابة فرعدت فأنشأ الله تعالى سحابة فرعدت وبرقت ثم أمطرت. رواه أبو داود. وقال غريب وهذا إسناد صحيح جيد وهذا إسناد جيد. قال غريب وهذا إسناد جيد وهذا إسناد جيد. بعدين وفي وقصة التحويل في الصحيح عن عبد الله بن زيد من حديث عبد الله بن زيد من عبد الله بن زيد فتوجه إلى القبلة يدعو ثم صلى ركعتين جهر فيهما بالقراءة. وللدارقطني من مرسل أبي جعفر الباقر وحول رداءه ليتحول القحط. خلاص مشكلة. رداءه طيب. ഈ ഗ്രഹണ നമസ്കാരത്തിൻ്റെ രൂപം ഏറ്റവും സുന്ദരമായി ക്രോഡീകരിക്കപ്പെട്ട ഹദീസ് ആയിഷ റളിയല്ലാഹു തആലയിൽ നിന്നുള്ള ഹദീസാണ്. ആയിഷ റളിയല്ലാഹുവിൽ നിന്നുള്ള ഹദീസാണ്. മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരം അതിൻ്റെ എല്ലാ വിഷയങ്ങളും കൂടുതൽ ഉദ്ധരിക്കപ്പെട്ടത് ആയിഷ റളിയല്ലാഹു തആലയിൽ നിന്നുള്ള ഹദീസാണ്. ആ ഹദീസാണ് ഇവിടെ പിന്നെ അബൂദാവൂദിൻ്റെ റിവായത്താണ് ഇവിടെ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് എടുത്തു കൊടുത്തിട്ടുള്ളത്. തയ്യിബ്. ആയിഷ റളിയല്ലാഹു തആല പറയുന്നു വഅൻ ആയിഷ റളിയല്ലാഹു തആല ഖാലത്ത് ശക്കൻ നാസു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവലാതിപ്പെട്ടു. ഖുഹൂത്തൽ മതർ. എന്താ ഖുഹൂത്തൽ മതർ? മഴ നിമിത്തമുണ്ടാകുന്ന വരൾച്ച, മഴ ഇല്ലാത്തത് കാരണത്താൽ ഭവിക്കുന്ന വരൾച്ച. ഖുഹൂത്ത് എന്ന വരൾച്ച, അൽ മതർ, മഴ നിലച്ചതിനാൽ അല്ലെങ്കിൽ മഴ പെയ്യാത്തതിനാലുള്ള വരൾച്ച ജനങ്ങൾ ആവലാതിപ്പെട്ടു. ഫഅമറ ബിമിംബരിൻ. എന്താ ഫഅമറ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു ബിമിംബരിൻ, ഒരു മിമ്പർ സ്ഥാപിക്കുവാൻ, പ്രസംഗപീഠം സ്ഥാപിക്കാൻ കൽപ്പിച്ചു. ഫവുദിഅ ലഹു ഫിൽ മുസല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് ആ മിമ്പർ സ്ഥാപിക്കപ്പെട്ടു. ഫിൽ മുസല്ല, ഇവിടെ മുസല്ലയിൽ, പള്ളിയിലല്ല, പിന്നെയോ മുസല്ലയിൽ. നമ്മൾ പറഞ്ഞില്ല റസൂലുള്ളാഹിക്ക് മുസല്ല ഉണ്ടായിരുന്നു എന്നുള്ളത്. വവഅദ അന്നാസ യൗമൻ യഖ്റുജൂന ഫീഹി. വവഅദ അന്നാസ്, ജനങ്ങൾക്ക് റസൂലുള്ളാഹി എന്താണ് വാഗ്ദാനം നൽകി. യൗമൻ, ഒരു ദിവസം, യഖ്റുജൂന ഫീഹി, ആ ദിവസം അവരെന്ത് ചെയ്യാൻ? പുറപ്പെടാൻ, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടാൻ ഒരു ദിവസം റസൂലുള്ളാഹി ജനങ്ങൾക്ക് വാഗ്ദാനം നൽകി. ഫഖറജ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പുറപ്പെട്ടു. ഹീന ബദ ഹാജിബു ശംസ്. ഹീന ബദ, വെളിപ്പെട്ടപ്പോൾ. ഹാജിബു ഷംസ്, സൂര്യൻ്റെ ഹാജിബ്. എന്താ ഹാജിബ് പറഞ്ഞാൽ? ഹാജിബ് എന്ന് പറഞ്ഞാൽ ഈ കൺപുരികം ഉണ്ടല്ലോ, മേൽപുരികം, ഇതിനാണ് ഹാജിബ് പറയുക. സൂര്യൻ്റെ ഹാജിബ് വെളിപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യൻ ഉദിച്ച് പൊങ്ങണ സമയം, ഉദിച്ച് പൊങ്ങുന്ന സമയം ഉണ്ടല്ലോ, കിഴക്കൻ ചക്രവാളത്തിൽ എന്തുണ്ടാവും? ഈ കൺപുരികം പോലെ ഒരു ഇതുണ്ടാവും ആ ഉദിക്കണ ടൈമിൽ. കവിതകളിലൊക്കെയാണ് കാണുക. കിഴക്കൻ ചക്രവാളത്തിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ടോളുന്നില്ല. പക്ഷേ കവിതകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കവികൾ സുന്ദരമായിട്ട് അതിനെ പിന്നെ ഉപമിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരും. അവിടെ ഉദ്ദേശം എന്താ? ഹീന ബദ ഹാജിബു ശംസ് പറഞ്ഞാൽ സൂര്യൻ്റെ
ഹാജിബ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ സൂര്യൻ ഉദിച്ചുയരുന്ന ആ സമയത്ത് ഖലാസ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത് പുറപ്പെട്ടു. ഫഖഅദ അലൽ മിമ്പരി റസൂൽ മിമ്പറിന്മേൽ ഇരുന്നു. ഫക്കബ്ബറ റസൂൽ തക്ബീർ ചൊല്ലി വഹമിദല്ലാഹ് അല്ലാഹുവിനെ സ്തുതിച്ചു. സുമ്മ ഖാൽ എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്നകും ശകൗതും ജദ്ബ ദിയാരികും ഇന്നകും ശകൗതും നിങ്ങൾ ആവലാതിപ്പെട്ടിരിക്കുന്നു ജദ്ബ ദിയാരികും നിങ്ങളുടെ നാടിൻ്റെ വരൾച്ച നിങ്ങളുടെ നാട് വരൾച്ചയിലാണ് എന്ന് നിങ്ങൾ ആവലാതിപ്പെട്ടിരിക്കുന്നു. വഖദ് അമറക്കുമുല്ലാഹ് അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു അൻ തദ്ഉഹു നിങ്ങൾ അവനോട് ദുആ ചെയ്യുവാൻ. ഓ വഅദക്കും അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു അൻ യസ്തജീബ ലക്കും നിങ്ങൾക്ക് ഉത്തരമേകുമെന്ന് അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. സുമ്മ ഖാൽ എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുതുബയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഉണ്ടോ? അതൊക്കെ മറൂഫാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് യഫ്അലു മാ യുരീദ്. എന്താ യഫ്അലു മാ യുരീദ്? അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു. അല്ലാഹുമ്മ അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത്. അല്ലാഹുവേ അൻതല്ലാഹ് നീയാകുന്നു അല്ലാഹു ആരാധ്യൻ. ലാ ഇലാഹ ഇല്ലാ അൻത് യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവനായി നീയല്ലാതെ മറ്റാരുമില്ല. അൻതൽ ഗനി വനഹ്നുൽ ഫുഖറ നീയാകുന്നു ഗനി ധന്യൻ എല്ലാം കൊണ്ടും എപ്പോഴും. വനഹ്നുൽ ഫുഖറ ഞങ്ങൾ ദരിദ്രരാണ്, ആശ്രിതരാണ്, ആവശ്യക്കാരാണ്. അൻസിൽ അലൈനൽ ഗൈസ്. എന്താ അൻസിൽ അലൈനൽ ഗൈസ്? ഞങ്ങളുടെ മേൽ നീ മഴ അവതരിപ്പിക്കണമേ. വജ്അൽ മാ അൻസൽത അലൈന ഞങ്ങളുടെ മേൽ നീ അവതരിപ്പിച്ചതിനെ ആക്കുകയും ചെയ്യണമേ. ഖുവ്വതൻ. എന്താ ഖുവ്വതൻ? ഞങ്ങൾക്ക് ശക്തിയും ഉന്മേഷവും. വബലാഗൻ ഇലാ ഹീൻ. എന്താ വബലാഗൻ ഇലാ ഹീൻ എന്ന് പറഞ്ഞാൽ ബലാഗൻ ഇലാ അജൽ. കുറേ കാലത്തേക്ക് ഞങ്ങളുടെ ലക്ഷ്യപ്രാപ്തി അന്നായാലും ഐശ്വര്യമായാലും കുറേ കാലത്തേക്കുള്ള ഞങ്ങളുടെ ലക്ഷ്യപ്രാപ്തി ഐശ്വര്യം അതിനെ ആക്കണമേ. മഴ പെയ്താൽ എന്തുണ്ടാവും? മഴ പെയ്താൽ ഭൂമി സമ്പുഷ്ടാകും, ഫലഭൂയിഷ്ടാകും. മനസ്സിലായില്ലേ? അതിലൂടെ മനുഷ്യന്മാർക്ക് അന്നായി ഭക്ഷണമായി ഒക്കെ. അപ്പോൾ ആ ഖൈറ് കുറേ കാലത്തേക്ക് നൽകണമേ എന്നുള്ള അർത്ഥത്തിൽ. വജ്അൽ മാ അൻസൽത അലൈനാ ഖുവ്വതൻ വബലാഗൻ ഇലാ ഹീൻ. സുമ്മ റഫഅ യദൈഹി. ഇത് പ്രസംഗിച്ച റസൂൽ തൻ്റെ കൈകൾ ഉയർത്തി. ഫലം യസൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ ഉയർത്തിക്കൊണ്ടേയിരുന്നു. ഹത്താ റുഇയ ബയാദു ഇബ്തൈഹി. എന്താ ഹത്താ റുഇയ ബയാദു ഇബ്തൈഹി? റസൂലുള്ളാഹിൻ്റെ ഇരു കക്ഷ ഉണ്ടല്ലോ, ഇബ്ത്ത്, ഇതാണ് കക്ഷ, ഇബ്ത്ത്, അതിലെ വെള്ള കാണപ്പെടുവോളം. ഇതാണ് ഹത്താ റുഇയ കാണപ്പെടുവോളം. ബയാദു ഇബ്തൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പാർശ്വഭാഗത്തെ വെള്ള കാണുവോളം ഉയർത്തി. സുമ്മ പിന്നെ ഹവ്വല ഇലന്നാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളിലേക്ക് തിരിച്ചു. ബഹ്റഹു തൻ്റെ മുതുകിനെ. ഇതുവരെ ജനങ്ങളിലേക്ക് തിരിഞ്ഞിട്ടാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഹവ്വല ബഹ്റഹു തൻ്റെ മുതുകിനെ തിരിച്ചു. ഇലന്നാസ് ആരിലേക്ക്? ജനങ്ങളിലേക്ക്. വഖല്ലബ റിദാഅഹു. വഖല്ലബ റസൂലുള്ളാഹി മറിച്ചിട്ടു. റിദാഅഹു തൻ്റെ തട്ടം. കലബ മുഷ്കിൽ. കലബയാലും ഒരേ മാന. തിരിച്ചിട്ടു, മറിച്ചിട്ടു. ഖല്ലബ റിദാഅഹു തൻ്റെ തട്ടം, ശിരോവസ്ത്രം റസൂലുള്ളാഹി മറിച്ചിട്ടു. വഹുവ റാഫിഉൻ യദൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഇരു കൈകളും ഉയർത്തിക്കൊണ്ട്. സുമ്മ അഖ്ബല അലന്നാസ്. പിന്നെ റസൂലുള്ളാഹി ജനങ്ങളിലേക്ക് തിരിഞ്ഞു. കുറേ നേരം ദുആ ചെയ്തുകൊണ്ട് ഇങ്ങനെ നിന്നിട്ട് റസൂലുള്ളാഹി എന്ത് ചെയ്തു? ജനങ്ങളിലേക്ക് തിരിഞ്ഞു. വനസല. എന്നിട്ട് റസൂലുള്ളാഹി മിമ്പറിൽ നിന്ന് ഇറങ്ങി. ഫസല്ല റകഅത്തൈനി. എന്നിട്ട് റസൂലുള്ളാഹി 2 റകഅത്ത് നിസ്കരിച്ചു. ഹദീസിൽ പറയാണ്, ആയിഷമ്മ പറയാണ്, ഫഅൻഷ അല്ലാഹു സഹാബത്തൻ. എന്താ ഫഅൻഷ അല്ലാഹ്? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പടച്ചു. അൻഷ അല്ലാഹ് ഉണ്ടാക്കി. അല്ലാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കി സഹാബത്തൻ ഒരു കാർമേഘത്തെ. ഫറഅദത്. ആ കാർമേഘത്തിലൂടെ എന്ത് ചെയ്തു? ഇടിവെട്ടുണ്ടായി. വബറഖത്ത്. എന്താ മിന്നൽ പിണറുണ്ടായി. അതിൽ നിന്ന് ഇടിനാദം മുഴങ്ങി മിന്നൽ പിണറും ഉണ്ടായി. സുമ്മ അംതറത്ത്. പിന്നെ ആ കാർമേഘം എന്തായി? അത് മഴയായിട്ട് പെയ്തു.
ചില റിപ്പോർട്ടുകളിലെ ഈ നമുക്ക് കയ്യിലേക്ക് വരാം, ആദ്യം അർത്ഥം പറയാം. സുമ അംതറത്ത്, പിന്നെ അത് മഴയായിട്ട് പെയ്തു. ഈ ഹദീസ് റവാഹു അബൂദാവൂദ്, ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തതാണ്. ആയിഷ റളിയല്ലാഹു തആല ഇമാം അബൂദാവൂദിൻ്റെ റിവായത്താണ് ഇവിടെ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നത്. പിന്നെ വഖാല ഇമാം അബൂദാവൂദ് പറഞ്ഞു, ഗരീബുൻ, ഈ ഹദീസ് ഗരീബാണ്. വ ഇസ്നാദുഹു ജയ്യിദ്, അതിൻ്റെ സനദ് ജയ്യിദുമാണ്, എന്നാണ് കുറ്റമറ്റ സനദാണ്. എന്താ ഗരീബ് പറഞ്ഞാൽ? ഗരീബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഹദീസുകൾക്ക് എന്തുണ്ടാവും, ഒന്നിലധികം തുറുക്കുകളുണ്ടാവും, വഴികളുണ്ടാവും ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ. ഈ ഹദീസ് ഒരൊറ്റ തരീക്കിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഹദീസ് ദുർബലാണെന്നല്ല, പിന്നെ ഇതിനൊരു ത്വരീക്കേ ഉള്ളൂ. ഹദീസ് മുത്തവാത്തിറുണ്ട്, ഹദീസ് മഷ്ഹൂറുണ്ട്, ഹദീസ് അസീസ് ഉണ്ട്, ഹദീസ് ഗരീബ് ഉണ്ട്. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ കുറേ തുറുക്കിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്. മഷ്ഹൂർ എന്ന് പറഞ്ഞാൽ 3 തുറുക്കിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്. അസീസ് എന്ന് പറഞ്ഞാൽ 2 തുറുക്കിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്. ഗരീബ് എന്ന് പറഞ്ഞാൽ ഒരു ത്വരീക്കിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനത്തെ ഹദീസാണ് ഈ ഹദീസ്. അത് പിന്നെ മുസ്തലഹിൽ വിശദീകരിക്കപ്പെടുന്ന സാങ്കേതിക ശബ്ദമാണ് അത് വേണ്ടത്. തയ്യബ്, അപ്പോൾ ഈ ഹദീസ് ഗരീബാണ്, പക്ഷേ ഇസ്നാദുഹു ജയ്യിദ്, ഇതിൻ്റെ സനദ് എന്താണ്? ജയ്യിദാണ്. അത് ബലപ്പെട്ട സനദാണ്. പിന്നെ ഖിസ്സത്തു തഹ്വീൽ ഫി സഹീഹ് അൻ അബ്ദുല്ലാഹി ഇബ്നു സൈദിൻ, അല്ലേ, അല്ലെങ്കിൽ മിൻ ഹദീസി അബ്ദുല്ലാഹി ഇബ്നു സൈദ്. വഖാൽ ദിനയിൽ വഫീഹി. ഈ ഖിസ്സത്തു തഹ്വീൽ ഉണ്ടല്ലോ, തഹ്വീലിൻ്റെ കഥ. തഹ്വീൽ എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ജനങ്ങളിലേക്ക് തിരിഞ്ഞിട്ടാണ് ഖുത്ബ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് റസൂൽ ഇങ്ങനെ മാറിയത്, പിന്നെ റസൂലുള്ള ശിരാവസ്ത്രം മറിച്ചിട്ടത്, അതാണ് തഹ്വീൽ. ആ സംഭവം അത് ഫി സഹീഹ് എവിടെയുള്ളത്? സഹീഹുൽ ബുഖാരിയിലാണ്. ആരിൽ നിന്ന്? മിൻ ഹദീസി അബ്ദുല്ലാഹി ഇബ്നു സൈദ്, അബ്ദുല്ലാഹി ഇബ്നു സൈദിൽ നിന്നുള്ള ഹദീസിലാണ്. മനസ്സിലായി? അതായത് പിന്നെ ഈ ഹദീസ് വിശദമായിട്ട് ആരുടെ റിപ്പോർട്ടാണ്? അബൂദാവൂദിൻ്റെ റിപ്പോർട്ടാണ്. ഈ പൂർണ്ണതയിൽ അബൂദാവൂദിൻ്റെ റിപ്പോർട്ടാണ്. മനസ്സിലായോ? പക്ഷേ ഖിസ്സത്ത് തഹ്വീലുണ്ട്. റസൂലുള്ള പിന്നെ ഇങ്ങനെ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുക ജനങ്ങളിലേക്ക് തിരിഞ്ഞ ആ സംഭവം അതെവിടെ ഉണ്ട്? അത് സഹീഹുൽ ബുഖാരിയിലുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ ആരിൽ നിന്നാണ് റിപ്പോർട്ട്? ആയിഷയിൽ നിന്നല്ല, പിന്നെയോ അബ്ദുല്ലാഹി ഇബ്നു സൈദിൽ നിന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു സൈദ് 2 ഉണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സൈദ് ബിൻ ആസിമും ഉണ്ട്, അബ്ദുല്ലാഹി ഇബ്നു സൈദ് ബിൻ അബ്ദുർ റബ്ബി ഉണ്ട്. നമ്മൾ ബാങ്ക് എടുത്തപ്പോൾ ബാങ്കിൻ്റെ വിഷയത്തിൽ സ്വപ്നം കണ്ട ഹദീസ് ഉണ്ടല്ലോ, അതാരാ റിപ്പോർട്ട് ചെയ്തത്? അബ്ദുല്ലാഹി ഇബ്നു സൈദ് ഇബ്നു അബ്ദുർ റബ്ബാണ്. റസൂലുള്ളാഹിൻ്റെ വുളുവിൻ്റെ രീതി എടുത്തപ്പോൾ അതും ഒരു അബ്ദുല്ലാഹി ഇബ്നു സൈദാണ് റിപ്പോർട്ട് ചെയ്തത്. അതാരാ? അബ്ദുല്ലാഹി ഇബ്നു സൈദ് ബിൻ ആസിമാണ്. ആ അബ്ദുല്ലാഹി ഇബ്നു സൈദ് ബിൻ ആസിമിൽ നിന്നാണ് ഖിസ്സത്ത് തഹ്വീൽ എന്ത് ചെയ്തത്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിലെന്താ ഉള്ളത്? വഫീ, ബുഖാരിയുടെ ആ റിപ്പോർട്ടിലുണ്ട്, ഫതവജ്ജഹ ഇലൽ ഖിബ്ല. എന്താ തവജ്ജഹ ഇലൽ ഖിബ്ല? റസൂലുള്ളാഹി ഖിബ്ലയിലേക്ക് തിരിഞ്ഞു. ഖുത്ബ പറഞ്ഞിരിക്കും ഇപ്പോൾ റസൂലുള്ളാഹി ഖിബ്ലയിലേക്കല്ല, പിന്നെയോ ജനങ്ങളിലേക്കാണ്. ഫതവജ്ജഹ ഇലൽ ഖിബ്ല, റസൂലുള്ളാഹി ഖിബ്ലയിലേക്ക് തിരിഞ്ഞു. യദു, എങ്ങനെ? ദുആ ചെയ്തുകൊണ്ട്, ദുആ ചെയ്ത് ഖിബ്ലയിലേക്ക് തിരിഞ്ഞു. സുമ്മ സല്ലല്ലാ റകഅത്തൈനി, പിന്നെ റസൂലുള്ളാഹി 2 റകഅത്ത് നമസ്കരിച്ചു. ജഹറ ഫീഹിമാ ബിൽ ഖിറാഅ. എന്താ ജഹറ ഫീഹിമാ ബിൽ ഖിറാഅ? ആ 2 റകഅത്തിൽ റസൂലുള്ളാഹി ഉറക്കെയാണ് ഓതിയത്. ഖലാസ്. ഇനി വലിദ് ദാറഖുത്നി മിൻ മുസ്നദി അബി ജാഫറിനിൽ ബാഖിർ, അല്ലേ? അസ്തഗ്ഫിറുല്ലാഹ്. വലിദ് ദാറഖുത്നി, ഇമാം ദാറഖുത്നിയുടെ സുനനിൽ മിൻ മുർസലി അബി ജാഫർ അൽ ബാഖിർ, അബൂ ജാഫറിനിൽ ബാഖിറിൻ്റെ മുർസലിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ത്? വഹവ്വല റിദാഅഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ തട്ടം ഹവ്വല എന്ന് പറഞ്ഞാൽ മറിച്ചിട്ടു. എന്തിന്? ലിയതഹവ്വലൽ ഖഹ്തു. എന്താ യതഹവ്വലൽ ഖഹ്തു? വരൾച്ച അത് മാറുന്നതിന് വേണ്ടി, വരൾച്ച മാറുന്നതിന് വേണ്ടി. അതിൻ്റെ ഉദ്ദേശം പറയാം. ഈ ദാറഖുത്നി അബൂ ജാഫർ അൽ ബാഖിറിൻ്റെ നിന്നുള്ള മുർസലിൽ ആയിട്ടുള്ള ഒരു ഹദീസിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഹവ്വല റിദാഅഹു ലിയതഹവ്വലൽ ഖഹ്ത്, റസൂലുള്ള തട്ടം മറിച്ചിട്ടു. എന്തിന്? ഖഹ്ത്ത് വഴി മാറുന്നതിന് വേണ്ടി എന്നാണ്. അറിയാം അബൂ ജാഫർ അൽ ബാഖിർ? അബൂ ജാഫർ അൽ ബാഖിർ എന്ന് പറഞ്ഞാൽ
അതായത് അലി റളിയല്ലാഹു തആലയുടെ മകൻ ഹുസൈൻ്റെ മകൻ അലി സൈനുൽ ആബിദീൻ, അലി സൈനുൽ ആബിദീൻ്റെ മകൻ മുഹമ്മദുൽ ബാഖിർ. അതാണ് അബൂ ജാഫർ അൽ ബാഖിർ. അബൂ ജാഫർ എന്ന് പറയുമ്പോൾ ജാഫറിൻ്റെ വാപ്പ എന്നാണ്. ജാഫർ എന്ന് പറഞ്ഞാൽ ജാഫർ സാദിഖാണ്, ഇമാം ജാഫർ സാദിഖ്. ഇമാം ജാഫർ സാദിഖിൻ്റെ വാപ്പയാണ് മുഹമ്മദുൽ ബാഖിർ. അതാണ് അബൂ ജാഫർ അൽ ബാഖിർ എന്ന് പറയാൻ കാരണം അദ്ദേഹം വിജ്ഞാനത്തിൽ നിപുണനായിരുന്നു. മനസ്സിലല്ലേ? ബഖറ എന്ന് പറഞ്ഞാൽ പുലർത്തി എന്നർത്ഥം. വിജ്ഞാനത്തിൻ്റെ സാഗരായിരുന്നു അദ്ദേഹം. അകവും പുറവും വിജ്ഞാനം അറിയുന്ന മഹാൻ എന്നുള്ള അർത്ഥത്തിലാണ് മുഹമ്മദുൽ ബാഖിർ. ആ മുഹമ്മദുൽ ബാഖിറാണ് അബൂ ജാഫറുൽ ബാഖിർ. മനസ്സിലായി? അബൂ ജാഫറുൽ ബാഖിർ ഹിജറയുടെ 56 ജനിക്കുന്നത്. ഹിജറയുടെ 56 നൂറിനിപ്പുറമാണ് അദ്ദേഹം മരിക്കുന്നത്. അബൂ ജാഫറുൽ ബാഖിർ അദ്ദേഹം ജനിച്ചിട്ട് 2 കൊല്ലം കഴിയുമ്പോഴാണ് ആയിഷമ്മ റളിയല്ലാഹു തആല മരിക്കുന്നത്. ആയിഷമ്മ റളിയല്ലാഹു തആല. അപ്പോൾ അദ്ദേഹം വളരെ പിൽക്കാലത്താണ് ജനിച്ചിട്ടുള്ളത്. സഹാബികളുടെയൊക്കെ പിന്നെ അവസാന കാലങ്ങളിലെ, അല്ലെങ്കിൽ പിന്നെ ഹിജറയുടെ 56 എന്ന് പറയുമ്പോൾ കാലഘട്ടത്തിലാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും റസൂലുള്ളാഹിയെ നേരിട്ട് കേൾക്കാൻ സാധ്യതയില്ല. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ വല്യാപ്പ ഹുസൈൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി മരിക്കുമ്പോൾ കുട്ടിയാണ് വല്യാപ്പ. പിന്നെ ഹുസൈൻ്റെ മകൻ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു. അലി സൈനുൽ ആബിദീൻ്റെ മകനാണ് ആര്? ഈ മുഹമ്മദുൽ ബാഖിർ. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? മുർസൽ പറഞ്ഞത്. ദാറഖുത്നി അദ്ദേഹത്തിൻ്റെ മുർസൽ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ സംഭവം ഇത് സഹിയാണ്. വഹവ്വല റിദാഅഹു, തട്ടം റസൂലുള്ളാഹി മറിച്ചിട്ടു. ഇതിന് ലിയതഹവ്വൽ ഖഹ്തു. എന്തിനാണ് ഈ തട്ടം മറിച്ചിടുന്നത്? അവിടെ ഖൽബും ഉണ്ട് ഹവലും ഉണ്ട്. ഹവൽ ഖൽബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ടം മറിച്ചിട്ടത് എങ്ങനെയായിരിക്കും എന്നറിയോ? ഇപ്പോൾ ഇങ്ങനെയാണ് തട്ടിട്ടത് എങ്കിൽ തട്ടം ഈ ഭാഗം അടിക്കും അടിഭാഗം മുകൾക്കും, ഇങ്ങനെ. അതാണ് ഖൽബ്. ഹവ്വല എന്ന് വന്നിട്ടുണ്ട്. ഹവ്വല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ടം ഇങ്ങനെ മറിച്ചിടുക. ഇടതുഭാഗം വലത്തേക്കും വലതുഭാഗം ഇടത്തേക്കും, രണ്ടായാലും തട്ടം മറിച്ചിടലാണ്. ഈ ശിരോവസ്ത്രം, അതിന് തൊപ്പിയാണെങ്കിൽ തൊപ്പി മറിച്ചിടുക, അല്ലെങ്കിൽ ഓവർകോട്ടാണെങ്കിൽ ഓവർകോട്ട് മറിച്ചിടുക, അല്ലെങ്കിൽ തലയിൽ ഇനി തുണിയാണോ ഷുമാകാണോ അത് തിരിച്ചിടുക. എന്തിനാണ് അത് തിരിച്ചിടുന്നത്? അത് തിരിച്ചിടുന്നത് തഫാഉലാണ്. അതായത് ഇതുവരെ വരൾച്ചയാണ്. ആ വരൾച്ച പോയിട്ട് എന്ത് വരട്ടെ? മഴയും സമൃദ്ധിയും വരട്ടെ എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ, അതിനു വേണ്ടിയിട്ടാണ് ഇത് മറിച്ചിടുന്നത്. മനസ്സിലായോ? അതാണ് ഇവിടെ പറഞ്ഞത്. ലിയതഹവ്വലൽ ഖഹ്തു, ഖഹ്ത്ത് അത് നീങ്ങുന്നതിന് വേണ്ടി ശുഭപ്രതീക്ഷയിൽ എന്ത് ചെയ്തു? ഹവ്വല റിദാഹു, തൻ്റെ തട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല തിരിച്ചിട്ടു. ഇവിടെ ഒരു വലിയ ഹദീസാണ് ഇത്, നമുക്ക് എഴുതല്ലാതെ. ഷക്കൻ നാസു ഇലാ റസൂലുള്ളാഹി എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജനങ്ങൾ സങ്കടപ്പെട്ടു. എന്ത്? ആവലാതിപ്പെട്ടു. ഖുഹൂത്തൽ മത്തർ, മഴ നിലച്ചതിനാലുള്ള വരൾച്ച എന്നാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്തിൽ മുശ്രിക്കുകൾ വരെ വന്നിട്ട് റസൂലുള്ളാഹിനോട് ആവലാതിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അപ്പോൾ അമുസ്ലിമീങ്ങൾ അധിവസിക്കുന്ന നാടുകളിൽ വരൾച്ച ഉണ്ട്. അമുസ്ലിമീങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ മഴയ്ക്ക് വേണ്ടി തേടണം എന്ന് പറഞ്ഞാൽ നമ്മൾ മഴയ്ക്ക് വേണ്ടിയിട്ട് തേടണം. മനസ്സിലായി? നമ്മുടെ നാടുകളിലൊക്കെ അമുസ്ലിമീങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മഴയ്ക്ക് വേണ്ടിയിട്ട് തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുശ്രിക്കുകൾ ഉപരോധിച്ച് ആ ഉപരോധിച്ച നാളുകൾ റസൂലുള്ളാഹി എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ ഉപരോധം മൂത്തപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹുവെ, പിന്നെ യൂസുഫിൻ്റെ കാലഘട്ടത്തിൽ ഒരു 7 വർഷത്തെ വരൾച്ച ഉണ്ടായില്ലേ, ക്ഷാമകാലം, അതുപോലുള്ള ക്ഷാമകാലം നൽകിയിട്ട് ഇവരെ പരീക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അത് ഭവിച്ചു മക്കയിൽ. ആകെ വരൾച്ച. അപ്പോൾ അബൂ സുഫിയാൻ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്, മുഹമ്മദേ, നിൻ്റെ കൂട്ടക്കാരും കുടുംബക്കാരുമാണ്, ഞങ്ങൾ വരൾച്ചയിലാണ്, മഴയല്ല, അതുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക മഴയ്ക്ക് വേണ്ടി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മഴ പെയ്ത്. ആരായി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത്? അബൂ സുഫിയാനാണ്. അദ്ദേഹം മുശ്രിക്കാണ്. മനസ്സിലായി? വളരെ പിന്നെ വർഷങ്ങൾ കുറേ കഴിഞ്ഞിട്ടാണ് അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നത്. അപ്പോൾ അതേപോലെ വേറെ സംഭവം, ഈ സുമാമ ഇബ്നു അസാൽ ഇസ്ലാം സ്വീകരിച്ച സംഭവം ഉണ്ടല്ലോ, സുമാമ. ആ സംഭവം റസൂൽ അദ്ദേഹത്തെ 3 ദിവസം പള്ളിയിൽ കെട്ടിയിട്ട് പിന്നെ കഴിച്ചു വിട്ടിട്ട് അദ്ദേഹം കുളിച്ചു വന്ന് ഇസ്ലാം സ്വീകരിച്ച സംഭവം. അദ്ദേഹം ഉംറയ്ക്ക് വരുമ്പോൾ, മുശ്രിക്കാണ്, ഉംറയ്ക്ക് വരുമ്പോഴാണ് എന്ത് ചെയ്ത്? മുസ്ലിമീങ്ങൾ അയാളെ പിടികൂടിയിട്ട് മദീനത്ത് കൊണ്ടുവരുന്നത്. പിന്നെ അയാൾ എന്ത് ചെയ്തു? ഇസ്ലാം സ്വീകരിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഈ ഭൂമുഖത്ത് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖമായിരുന്നു മുഹമ്മദിൻ്റെ മുഖം സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖമായിരുന്നു മുഹമ്മദിൻ്റേതാണ്. ഖുറൈശികളാണെങ്കിൽ ഇസ്ലാം മതങ്ങൾ സഹാബത്തിനെ ആക്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് സുമാമ ഇബ്നു അസാൽ ഇസ്ലാം സ്വീകരിച്ചിട്ട് പറഞ്ഞെന്താ, എന്തുകൊണ്ടാണ് നീ ആദ്യത്തെ ഇസ്ലാം സ്വീകരിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, മുഹമ്മദിൻ്റെ വാള് കണ്ടിട്ട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചു എന്ന് ആരും പറയരുത്, അതുകൊണ്ടാണ് ഞാൻ 3 ദിവസം എന്നെ സ്വതന്ത്രനാക്കാൻ വേണ്ടിയിട്ട് നിന്നത്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്ത്? ഇസ്ലാം സ്വീകരിച്ചു.
എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ അന്ന് ഈ സുമാമ ഇബ്നു അസാൽ അദ്ദേഹം വാദി ഹനീഫയിലാണ്. വാദി ഹനീഫ പിന്നെ നമ്മൾ നജിദ് വിഷയം എടുത്തപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വാദി ഹനീഫയെക്കുറിച്ച് പറഞ്ഞത് ഇവർ ആലി സൗദ് രാജകുടുംബത്തിൻ്റെ അവരുടെയൊക്കെ തറവാട് എവിടെയായിരുന്നു? വാദി ഹനീഫയിലായിരുന്നു, യമാമയിൽ. ആ വാദി ഹനീഫ അന്ന് വളരെ സമൃദ്ധമായിരുന്നു, ധന്യമായിരുന്നു. മക്കയിലേക്ക് ഭക്ഷ്യവകുപ്പുകൾ കടന്നു വന്നിരുന്ന ഒരു പ്രധാന താവളം വാദി ഹനീഫയായിരുന്നു. ഈ സുമാമയുടെ നാടായിരുന്നു, മനസ്സിലായി. അപ്പോൾ സുമാമ ഇത് കാണാൻ മക്കാർ ആരാ ആക്രമിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്രമിക്കണമെന്ന് ദ്രോഹിക്കുന്നു. അന്ന് സുമാമ ശപഥം ചെയ്ത് പറഞ്ഞ്, ഇനി വാദി ഹനീഫയിൽ നിന്ന് ആർക്ക് ഭക്ഷണമല്ല, ആ മക്കാർക്ക് ഭക്ഷണമല്ലായിരുന്നു. അദ്ദേഹം വിലക്കി, നീ കൊടുക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ മക്കാർ പട്ടിണിയിലായി, വറുതി. മക്കയിൽ ഇങ്ങനെ ഏത് കാലത്തും മഴയല്ലല്ലോ, വറുതിയായി, പിന്നെ വരൾച്ചയായി. അങ്ങനെ മുശ്രിക്കുകൾ വന്ന് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടപ്പെട്ട്, ഞങ്ങൾ വരൾച്ചയിലാണ്, പ്രയാസത്തിലാണ്, അതുകൊണ്ട് നിങ്ങൾ പിന്നെ സുമാമയോട് ആവശ്യപ്പെടണം, ഞങ്ങൾക്കുള്ള ആ ഉപരോധം ഉണ്ടല്ലോ അത് പിൻവലിക്കാൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത് സുമാമയോട് ആവശ്യപ്പെട്ടു, വാദി ഹനീഫക്കാരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ വീണ്ടും എന്ത് ചെയ്ത് മക്കക്കാർക്ക് പിന്നെ അന്നം അവർക്ക് കിട്ടി എന്നുള്ളതാണ്. ഏതായാലും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെ ജനങ്ങൾ ആവലാതിപ്പെടുക എന്നുള്ളത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, പിന്നെയോ ആ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തിരുന്നു? അവരുടെ വരൾച്ചയും വറുതിയും ആവലാതിപ്പെട്ടിരുന്നു. അതിൽപ്പെട്ടതാണെന്ന് ഇത്. റസൂൽ റഹ്മത്തുല്ലിൽ ആലമീനാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമുസ്ലിമീങ്ങൾ മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട റസൂൽ എന്ത് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് മഴയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുകയാണ് ഉണ്ടായത്. ഫുഖാക്കൾ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ആ മുസ്ലിമീങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മഴയ്ക്ക് വേണ്ടിയിട്ട്, മഴയില്ലാത്ത സമയത്താണെങ്കിൽ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ശക്കൻ നാസു ഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുഹൂത്തൽ മത്തർ ഫഅമറ ബിമിൻബരിൻ ഫവുദിഅ ലഹു ഫിൽ മുസല്ലയിലാണ്. വവഅദ الناس യൗമ യഖ്റുജൂന ഫീഹി ഫഖറജ ഹീന ബദ ഹാജിബു ശംസ്. കണ്ടോ, സൂര്യൻ അല്ല പെരുന്നാൾ നിസ്കാരത്തിനൊക്കെ എപ്പോഴാണ്? സൂര്യൻ ഉദിച്ചു ഉയർന്നിട്ടാണല്ലോ പെരുന്നാൾ നിസ്കാരത്തിനാണ്. فقعد على المنبر فكبر وحمد الله ثم قال إنكم شكوتم جذب دياركم وقد أمركم الله أن تدعوه ووعدكم أن يستجيب لكم. നോക്ക്, നിങ്ങൾ മഴ കിട്ടിയിട്ടില്ലെങ്കിൽ അള്ളാഹിനോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു നിങ്ങൾക്ക് ഉത്തരമേകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റസൂൽ എന്താ പറയുന്നത്? അള്ളാഹിനോട് ദുആ ചെയ്യാൻ പറയണം. എന്നാൽ റസൂലുള്ളാഹിന്റെ അനുയായികളാണ് മഴ കിട്ടിയിട്ടില്ലെങ്കിൽ ദുആ ചെയ്യണത് ആരോടാ? ഖബറിങ്ങ് പോയിട്ട് ഖബറാളികളോടാണ്, മനസ്സിലായി? ഖബറിങ്ങ് ചെന്നിട്ട് ഖബറാളികളോട്, മനസ്സിലായി? ചിലർ പിന്നെ ഈ മമ്പറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കടലിക്ക് പഴ എറിയും, എന്നിട്ട് ജാറത്തിങ്ങ് വന്നിട്ട് ദുആ ചെയ്യും. അവിടെ കൊടി എടുത്തിട്ടും കൊടി കുത്തിയിട്ടും ദുആ ചെയ്യുന്ന രീതി. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കി പറയുന്നത്, വഖദ് അമറക്കുമുല്ലാഹു അൻ തദ്ഉഹു വവഅദകും അൻ യസ്തജീബ ലക്കും ثم قال الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين لا إله إلا الله يفعل ما يريد اللهم أنت الله لا إله إلا أنت الغني ونحن الفقراء أنزل علينا الغيث وجعل ما أنزلت علينا قوة وبلاغا إلى حين. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഇരു കരങ്ങളും ഉയർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. കൈ ഉയർത്തിയിട്ട് നല്ലോണം കൈ ഉയർത്തി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹത്ത റുഇയ ബയാദു ഇബ്തൈ സുമ്മ ഹവ്വല ഇലൻ നാസി ബഹറഹു, ജനങ്ങളിലേക്ക് മുതുകിരിച്ചാണ് റസൂൽ ഖിബ്ലയിലേക്ക് തിരിഞ്ഞിട്ട് വഖല്ലബ റിദാഉ, തൻ്റെ തട്ടം മറിച്ചിട്ട് വഹുവ റാഫിഉൻ യദൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഇരു കരങ്ങളും ഉയർത്തിയ ഹാലിൽ തന്നെ റസൂൽ ദുആ ചെയ്തുകൊണ്ടിരുന്നു എന്നർത്ഥം. സുമ്മ അഖ്മല അലൻ നാസി വനസൽ ഫസല്ല റകഅത്തൈൻ. ഇവിടെ നോക്കി നിങ്ങൾ, ആദ്യത്തെ ഹദീസിൽ എന്താ പറഞ്ഞത്? ഫസല്ല റകഅത്തൈനി കമാ യുസല്ലി ഫിൽ ഈദ് വലം യഖ്തുബ് ഖുത്ബത്തുക്കും ഹാദീദാണ്. നിങ്ങളുടെ ഈ ഖുത്ബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ്. പെരുന്നാളിന് നിസ്കാരമാണ് ആദ്യം, ഖുത്ബ ആദ്യം? നിസ്കാരമാണ് ആദ്യം, പിന്നെയാണ് എന്ത്? ഖുത്ബ. ഈദിൽ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിച്ചു എന്നാണ്. അപ്പോൾ അതിന് ആ ഹദീസിനെ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ആദ്യം നിസ്കാരം പിന്നെ ഖുത്ബയാണ്, അല്ലേ? അങ്ങനെയാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറയുന്നത്. മാലിക്, ഷാഫിഈ, ഇമാം അഹ്മദ് ഇവരൊക്കെ പറഞ്ഞതാണ് ആദ്യം നിസ്കാരം. ഏത് നിസ്കാരം? മഴയ്ക്ക് വേണ്ടി നിസ്കാരം, പിന്നെ അതിൻ്റെ ഖുത്ബ എന്നുള്ളത്. പക്ഷേ ഈ ഹദീസ് നോക്കി നിങ്ങൾ, ഈ ഹദീസിൽ എന്താ ഉള്ളത്? ആദ്യം റസൂൽ എന്ത് ചെയ്ത്? ഖുത്ബ പറഞ്ഞ്, എന്നിട്ട് വനസൽ മിമ്പറിൽ വന്ന് ഇറങ്ങി ഫസല്ല റകഅത്തൈനി, എന്നിട്ട് റസൂൽ 2 റകഅത്ത് നിസ്കരിച്ചു എന്നാണ്. അത് ഈ ഹദീസിൽ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഖുത്ബയും പിന്നെ നിസ്കാരവും, അതാണ് കൂടുതൽ എന്താ അറിയിക്കുന്നത്? ഹദീസ് അറിയിക്കുന്നത്. പെരുന്നാൾ നിസ്കരിക്കുന്ന രീതിയിലാണ് നിസ്കരിക്കേണ്ടത്.
പെരുന്നാൾ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ നിലക്കും അങ്ങനെ എന്നുള്ളത് അതിനൊരു മാനല്ല അല്ലേ. ഇപ്പം ഈ ഉപമയിലുണ്ടല്ലോ, ഇപ്പോൾ ഒരാൾ സൂര്യനെ പോലെ പറഞ്ഞാൽ എല്ലാ സൂര്യനെ പോലെ എന്നർത്ഥം അല്ല, ചില വിഷയങ്ങളിൽ സൂര്യനെ പോലെ എന്നുള്ളതാണ് അല്ലേ. അതേപോലെ ചില വിഷയങ്ങളിൽ പിന്നെ ഈദ് നിസ്കരിച്ച പോലെ നിസ്കരിച്ചു എന്നുള്ളതാണ്. കാരണം പെരുന്നാൾ നിസ്കാരത്തിൽ ഒരാൾ നല്ല ഡ്രസ് കോഡിലായിരിക്കും, നല്ല നിറഞ്ഞ സന്തോഷത്തിലായിരിക്കും. അതേപോലെ ഇവിടെ നിസ്കരിച്ചു പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഇവിടെ വിനയാനിതനായിട്ട് വളരെ വിദഗ്ധമായ വസ്ത്രധാരണത്തിലാണ് നിസ്കാരം. അപ്പോൾ അതേപോലെ ഇവിടെ ഈ ഹദീസ് വിശദീകരിച്ചു, ആദ്യം ഖുത്ബ പിന്നെ നിസ്കാരം. അപ്പോൾ ഭൂരിപക്ഷ പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, ആദ്യം നിസ്കാരം പിന്നെ ഖുത്ബ എന്ന് പറഞ്ഞ അഭിപ്രായത്തിനല്ല, പിന്നെ ഈ ഹദീസിൻ്റെ തേട്ടനുസരിച്ച് ആദ്യം ഖുത്ബ പറഞ്ഞിട്ട് പിന്നെ നിസ്കരിച്ചു എന്നുള്ളതാണ് ശരി. ഇവിടെ നോക്കി അൻഷ അള്ളാഹു സഹാബത്ത് എന്നാണ് ഒരു മേഘം. ആ മേഘം കത്തുർസ് എന്നാണ്. തുർസ് എന്ന് പറഞ്ഞാൽ എന്താ? പരിചയമാണ്. പരിചയ പോലെയാണ് ആ മേഘം വന്നതെന്നാണ്. പരിചയൊക്കെ എത്ര വലിപ്പം ഉണ്ടാവും? പരിചയ ചെറുതല്ലേ. അത് ഈ ജബലു പിന്നെ സില എന്ന് പറയുന്നൊരു കുന്നുണ്ട്, മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾ ഉംറക്കൊക്കെ നമ്മൾ പിന്നെ ഹന്തക്കൊക്കെ ഉണ്ടല്ലോ, ഹന്തക്ക് കിടങ്ങ്, അവിടെ ഹന്തക്കില്ല, അവിടെ അസബ മസാജിദ് എന്ന് പറയുന്നത് അതിനോട് ചേർന്നൊരു കുന്നാണ്. ഇന്ന് അവിടെ ജാമിയ അബീബക്കർ പറഞ്ഞിട്ട് വലിയൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പള്ളിനോട് ചേർന്നിട്ട് കുന്നാണ്, അതാണ് സ്ഥല കുന്ന്. അതിൻ്റെ മുകളിലാണ് ഈ റമദാൻ മാസത്തിൽ കദീനൊക്കെ പൊട്ടിക്കുക. പിന്നെ ബാങ്ക് കൊടുക്കുന്ന ടൈമിലൊക്കെ കദീന പൊട്ടിക്കും, പണ്ടും ഇപ്പോഴും ഉണ്ടാവും അത്. ഏതായാലും ആ സിലവ് കുന്നിൻ്റെ മുകളിലാണ് ഇതൊരു തളിക പോലെ ഇങ്ങനെ വന്നതാണ് ഈ കാർമേഘം. അപ്പോൾ റസൂൽ ഇങ്ങനെ വിരൽ ചൂണ്ടിയതാണ്. വിരൽ ചൂണ്ടിയപ്പോൾ റസൂൽ ചൂണ്ടിനോടത്തേക്ക് അതിങ്ങനെ നീങ്ങി വന്ന് പിന്നെ അതാണ് സ്പ്രെഡായിട്ട് എന്ത് ചെയ്തു, അതോടുകൂടി ഇടിവെട്ടായി, മിന്നൽ പിണറായി, പിന്നെ അത് മഴയായിട്ട് നന്നായിട്ട് പെയ്തു എന്നാണ്, നന്നായിട്ട് പെയ്തു. അതാണ് അവിടെ നോക്കി ഫഅൻഷ ആയിഷമ്മ പറയണത് ഫഅൻഷ അള്ളാഹു സഹാബത്തൻ, അള്ളാഹു ഒരു കാർമേഘത്തെ ഉണ്ടാക്കിയെന്നാണ്. ഇന്ന് കാർമേഘം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് അതിനെ ബാഷ്പീകരണവും അതേപോലെ തന്നെ പിന്നെ ഒരേ ചാർജുള്ള ഇതാണെങ്കിൽ കാറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും, അത് പിന്നെ അതിൽ പിന്നെ പരാഗണം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ, കാറ്റ് പരാഗിയായിട്ടാണ് വരിക, എന്നിട്ട് കാർമേഘങ്ങളെ അടുപ്പിക്കും, എന്നിട്ട് മഴയായിട്ട് പെയ്യും, അങ്ങനെയൊക്കെ അല്ലേ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായ ആ അവസ്ഥയിൽ ആയിഷമ്മ പറയണം ഫഅൻഷ അള്ളാഹു സഹാബത്തൻ, അള്ളാഹു ഒരു സഹാബത്തിനെ ഉണ്ടാക്കി. ഫറഅദത് വബറഖത് സുമ്മ അംതറത് എന്നാണ്. അതാണ് അബൂദാവൂദിൻ്റെ നിവേദനത്തിലുള്ളത്. സഹീഹിൽ അബ്ദുല്ലാഹ് ഇബ്നു സെയ്ദ് ബിൻ ആസിമിൽ എന്ന റിപ്പോർട്ടിൽ ഫതവജ്ജഹ ഇലൽ ഖിബ്ലത്തി യദ്ഉ സുമ്മ സല്ല റകഅതൈനി, അതാ ഇവിടെ സുമ്മ സല്ല റകഅതൈനി ജഹറ ഫീഹിമ ബിൽ ഖിറാഅ. അബൂ ജാഫർ അൽ ബാഖറിൻ്റെ മുസ്നദിൽ ദാറഖുത്നിയുടെ റിപ്പോർട്ടിൽ വഹവ്വല റിദാ റസൂൽ റിദാ തഹ്വീൽ ചെയ്തു എന്നാണ്. ഇടതുഭാഗം വലതുഭാഗത്തേക്കും വലതുഭാഗം ഇടതുഭാഗത്തേക്കും മാറ്റിയിട്ടു. എന്തിനാ അങ്ങനെ ചെയ്ത്? ലിയതഹവ്വലൽ ഖഹ്ത്, എന്താ അതിൻ്റെ അർത്ഥം? വരൾച്ച നീങ്ങി എന്ന അല്ലെങ്കിൽ നീങ്ങട്ടെ എന്ന ആ ശുഭപ്രതീക്ഷയിൽ അവസ്ഥാമാറ്റം, അതാണ് ഈ ഡ്രസ്സ് മാറ്റിയിടുന്നതിൽ ഉള്ള ഇത്, അവസ്ഥാമാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട്. തയ്യിബ്, ഇതാണ് ഹദീസുകൾ. ഇൻഷാ അല്ലാഹ് ഇതിൽ സലാത്തുൽ ഇസ്തിസ്ഖായിൽ ഇനി ഹദീസുകളുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വിഷയങ്ങൾ കൂടി പിന്നെ പറയാം. ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.